തെറ്റ് തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കുകയും ശരി ചെയ്ത് മുൻപോട്ട് പോകുവാൻ നാം തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും അനുഗ്രഹമാകും. നാം ഇന്ന് പഠിക്കുന്ന ഭാഗത്ത് അതാണ് നാം കാണുവാൻ പോകുന്നത്. തെറ്റിനെ ന്യായീകരിക്കുവാനും മൂടിവെക്കുവാനും നമ്മുടേതായ വിധത്തിൽ തിരുത്തുവാനും ശ്രമിച്ചാൽ അത് ക്യാൻസർ പോലെയാണ്. എന്നാൽ തെറ്റിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞാൽ ഉടനെ തെറ്റിനെ തിരുത്തി ശരി ചെയ്താൽ അതെന്നും എല്ലാവർക്കും അനുഗ്രഹമാകും. ദാവീദ് രാജാവ് ഭരണമേറ്റതിന് ശേഷം ആദ്യം ചെയ്ത കാര്യം യഹോവയുടെ നിയമപ്പെട്ടകം കിര്യത്ത് യെയാരീമിൽ നിന്നും ദാവീദിൻ്റെ നഗരത്തിൽ കൊണ്ടുവന്ന് ആരാധന പുനഃസ്ഥാപിക്കുവാൻ പദ്ധതിയിടുകയായിരുന്നു. അപ്പോൾ അത് ദൈവം കൊടുത്ത പ്രമാണമനുസരിച്ചല്ലായിരുന്നു അവൻ ആദ്യം ചെയ്തത്. എന്നാൽ ദാവീദ് തൻ്റെ തെറ്റ് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ അവൻ അതിനെ ന്യായീകരിക്കാതെ തൻ്റേതായ വേറെ മാർഗങ്ങൾ നോക്കാതെ ദൈവം നൽകിയ പ്രമാണത്തിനനുസരിച്ച് പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവന്നു, ആരാധന പുനഃസ്ഥാപിച്ചു. നാം ദിനവൃത്താന്ത പുസ്തകങ്ങളാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1 ദിനവൃത്താന്തം 14 അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 15 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം പഠിക്കുവാൻ പോകുന്ന ഭാഗം എടുത്താൽ നമുക്ക് ഒരുമിച്ച് അവിടെ വായിച്ച് പഠിക്കുവാൻ സാധിക്കും. 1 ദിനവൃത്താന്തങ്ങൾ 15 അധ്യായം 1 മുതൽ 17 അധ്യായത്തിൻ്റെ 9 വാക്യം വരെ നമുക്ക് ഒരുമിച്ച് ഇന്ന് പഠിക്കാം. ദിനവൃത്താന്തങ്ങളുടെ 1 പുസ്തകമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 14 അധ്യായം വരെ നാം കണ്ടു കഴിഞ്ഞു. 13, 14, 15, 16 അധ്യായങ്ങളിൽ ദാവീദ് യഹോവയുടെ പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ നടത്തുന്ന ആ പരിശ്രമത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. 13, 14 അധ്യായങ്ങളിൽ നാം കണ്ടപ്പോൾ അവൻ തെറ്റായ വിധത്തിൽ ദൈവത്തിൻ്റെ പെട്ടകം ദൈവവചനപ്രകാരം അല്ലെങ്കിൽ ദൈവം മോശയിലൂടെ അരുളി ചെയ്ത ആ വിധത്തിലല്ല അവൻ പെട്ടകം ആദ്യം കൊണ്ടുവരുവാൻ ശ്രമിച്ചത്. തന്മൂലം അവൻ ശിക്ഷിക്കപ്പെടുന്നു. ഇന്ന് 15 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ശരിയായ വിധത്തിൽ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരുവാൻ തീരുമാനമെടുക്കുകയും അപ്രകാരം ചെയ്യുകയും ചെയ്യുന്നത് നാം കാണുന്നതാണ്. 15 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ അവൻ തനിക്ക് ദാവീദിൻ്റെ നഗരത്തിൽ അരമനകളെ ഉണ്ടാക്കി, ദൈവത്തിൻ്റെ പെട്ടകത്തിനായി ഒരു സ്ഥലം ഒരുക്കി, അതിന് ഒരു കൂടാരവും അടിച്ചു. ദാവീദിൻ്റെ വീടുണ്ടാക്കുന്ന പദ്ധതിയല്ല, പിന്നെയോ പെട്ടകത്തിനൊരു സ്ഥലമുണ്ടാക്കുന്നതാണ് ദൈവം പ്രധാനപ്പെട്ട കാര്യമായി കരുതിയത്. ദാവീദ് തനിക്ക് നഗരത്തിൽ അരമനകളെ ഉണ്ടാക്കി. അതൊരു പാർപ്പിട പദ്ധതി ആയിരുന്നു എന്ന് തോന്നുന്നില്ലേ? അത് വലിയ കാര്യമായി അനേകർ ഗണിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ കരുതുന്നു അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ പെട്ടകം വെക്കുവാൻ അവൻ ഉണ്ടാക്കിയതായ ആ പദ്ധതി. 2 വാക്യത്തിൽ അന്ന് ദാവീദ് ലേവ്യരല്ലാതെ ആരും ദൈവത്തിൻ്റെ പെട്ടകം ചുമക്കേണ്ടതല്ല, അവരെയല്ലോ ദൈവത്തിൻ്റെ പെട്ടകം ചുമപ്പാനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ദാവീദേ, താങ്കൾ ആദ്യം തന്നെ എന്തുകൊണ്ട് ഇപ്രകാരം ചെയ്തില്ല എന്നതാണ് എൻ്റെ ചോദ്യം. ശരിയായ രീതിയിൽ ചെയ്യുന്നതിന് മുമ്പായി ആ ദുഃഖകരമായ അനുഭവത്തിൽ കൂടി നിനക്ക് കടന്നു പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ദാവീദേ? അതെ, ആ വിധത്തിലാണ് നമ്മൾ പലരും പാഠങ്ങൾ പഠിക്കുന്നത്. ദാവീദ് ശരിയായ രീതിയിൽ ആദ്യം തന്നെ പ്രവർത്തിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് പറയുവാൻ എളുപ്പമാണ്. എന്നാൽ അടുത്ത നിമിഷം ഞാൻ തിരിഞ്ഞ് ചെയ്യുന്നത് തെറ്റായ കാര്യമായിരിക്കും. ദൈവത്തിൻ്റെ രീതിയിൽ ചെയ്യുവാൻ എനിക്ക് പിന്നീട് പഠിക്കേണ്ടതായി വരുന്നു. നമ്മിൽ പലരുടെയും അനുഭവം ഇതുതന്നെയാകുന്നു എന്നത്രേ എൻ്റെ ചിന്ത. നിങ്ങളത് സമ്മതിക്കും എന്നെനിക്കറിയാം. 3 വാക്യത്തിൽ നാം വായിക്കുന്നു, അങ്ങനെ ദാവീദ് യഹോവയുടെ പെട്ടകം താൻ അതിനൊരുക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ എല്ലാ ഇസ്രായേലിനെയും യെരുശലേമിൽ കൂട്ടിവരുത്തി. ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരുന്നതിന് എല്ലാ ഇസ്രായേലിനെയും കൂട്ടിവരുത്തേണ്ടത് ആവശ്യമാകുന്നു എന്ന് ദാവീദ് കരുതി. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു എന്ന് ദൈവവും കരുതി. അതുകൊണ്ടത്രേ ദൈവിക കാഴ്ചപ്പാടിൽ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ദിനവൃത്താന്ത പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തുവാൻ കാരണം. ശരിയായ മാർഗത്തിൽ പെട്ടകം കൊണ്ടുവരുവാൻ ഇപ്പോൾ ദാവീദ് തയ്യാറാകുന്നു. എനിക്ക് തോന്നുന്നു ഇതിനോടകം അവൻ ഇരുന്നെല്ലാം വായിച്ച് പഠിച്ച് കാണുമില്ലേ? 11 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ദാവീദ് പുരോഹിതന്മാരായ സാദോക്കിനെയും അബ്യാഥാരിനെയും
ഊരിയേൽ, അസായാവ്, യോവേൽ, ശമയ്യാവ്, എലിയേൽ, അമ്മീനാദാബ് എന്നീ ലേവ്യരെയും വിളിപ്പിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ തലവന്മാരല്ലോ. നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ പെട്ടകം ഞാൻ അതിന് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കൊള്ളുവിൻ. ദാവീദ് പെട്ടകത്തിന് വേണ്ടി ഒരു സ്ഥലം തയ്യാറാക്കിയിരുന്നു. എന്നാൽ അത് എവിടെ ആകുന്നു എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. അത് അരൗനായുടെ മെതിക്കളം ആയിരുന്നുവോ? പിൽക്കാലത്ത് ആ സ്ഥലം ദേവാലയം പണിയുന്നതിന് വേണ്ടി ദാവീദ് വാങ്ങിക്കുകയുണ്ടായി. അത് മോറിയ മലയുടെ ഒരു കോണിലുള്ള സ്ഥലമായിരുന്നു. അവിടെയാണ് അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിപ്പാൻ കൊണ്ടുപോയത്. ആ ഭാഗത്ത് തന്നെയാണ് ക്രിസ്തുവിനെ ക്രൂശിച്ച സ്ഥലവും. ദാവീദ് പെട്ടകത്തിന് വേണ്ടി ഒരുക്കിയ സ്ഥലം മോറിയ മലയിലായിരുന്നു എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായിക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി, നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. ഒന്നാമത്, ദാവീദ് ദൈവത്തെ കുറ്റം പറഞ്ഞു എന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ദൈവം ഉസായിയുടെ ജീവനെ എടുത്തത് തെറ്റായിപ്പോയി എന്നതായിരുന്നു ദാവീദിൻ്റെ പക്ഷം. എന്നാൽ താൻ തന്നെയാണ് കുറ്റം ചെയ്തത് എന്ന് പിന്നീട് ദാവീദ് മനസ്സിലാക്കി. ആ കാര്യം ദാവീദ് ഇപ്പോൾ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. 14-ാം വാക്യത്തിൽ, അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ പെട്ടകം കൊണ്ടുവരുവാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ പെട്ടകം എന്ന് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പെട്ടകം വളരെ പ്രാധാന്യമർഹിക്കുന്നതായിരുന്നു എന്ന ചിന്തയത്രേ ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ലേവ്യരുടെ പുത്രന്മാർ യഹോവയുടെ വചനപ്രകാരം മോശ കൽപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ പെട്ടകത്തെ അതിൻ്റെ തണ്ടുകൾ തങ്ങളുടെ ചുമലിൽ കൊണ്ട് ചുമന്നു. സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന വ്യക്തമായ നിർദ്ദേശങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദാവീദ് ഒരു പാട്ടുകാരനായിരുന്നു. ഇതിനെല്ലാം സംഗീതം ആവശ്യമാകുന്നു എന്ന് ദാവീദ് കരുതിയിരുന്നു. 16-ാം വാക്യത്തിൽ, പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാനന്മാരോടും വീണ, കിന്നരം, കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതജ്ഞന്മാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. എല്ലാ ഉപകരണങ്ങളോടും കൂടെ സംഗീതക്കാർ ഉണ്ടായിരിക്കണമെന്ന് ദാവീദിന് നിർബന്ധമായിരുന്നു. പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരുന്ന ആ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമായിരിക്കണമെന്ന് ദാവീദ് കരുതി. യെബൂസിയരിൽ നിന്ന് യെരുശലേം നഗരത്തെ പിടിച്ചെടുത്ത് ദാവീദ് യെരുശലേമിലേക്ക് വന്നതിനെക്കുറിച്ചോ ദാവീദിൻ്റെ വലിയ നിർമ്മാണ പദ്ധതിയെക്കുറിച്ചോ ദൈവം യാതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ആത്മീയ കാര്യങ്ങൾക്കാണ് ദൈവം പ്രാധാന്യം നൽകുന്നത് എന്നിവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് അത്രേ. 25-ാം വാക്യം നോക്കിക്കാട്ടെ. 15-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, ഇങ്ങനെ ദാവീദും എല്ലാ ഇസ്രായേൽ മൂപ്പന്മാരും സഹസ്രാധിപന്മാരും യഹോവയുടെ നിയമപ്പെട്ടകം ഓബേദ്-ഏദോമിൻ്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ കൊണ്ടുവരുവാൻ പോയി. ഇവിടെ ഒരു വലിയ ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത്. 26-ാം വാക്യം നോക്കിക്കാട്ടെ. യഹോവയുടെ നിയമപ്പെട്ടകത്തിൻ്റെ വാഹകന്മാരായ ലേവ്യർക്ക് ദൈവം സഹായിച്ചതുകൊണ്ട് അവർ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. ഈ യാഗങ്ങളെല്ലാം ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നവയാകുന്നു. 27-28 വാക്യങ്ങളിൽ, ദാവീദും പെട്ടകവാഹകന്മാരായ ലേവ്യരൊക്കെയും സംഗീതക്കാരും സംഗീതക്കാരോടുകൂടെ വാഹക പ്രമാണിയായ കനന്യാവും ശണപടം കൊണ്ടുള്ള അങ്കി ധരിച്ചു. ദാവീദ് ശണം കൊണ്ടുള്ള ഏഫോദ് ധരിച്ചു. അങ്ങനെ ഇസ്രായേലൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും തൂര്യങ്ങളുടെയും കൈത്താളങ്ങളുടെയും ധ്വനിയോടും കൂടെ കിന്നരവും വീണയും വായിച്ചുകൊണ്ട് യഹോവയുടെ നിയമപ്പെട്ടകം കൊണ്ടുവന്നു. ഇവിടെ എത്ര മഹത്തായ ഒരു ദിവസമായിട്ടാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. അക്കാലത്ത് ലോകജനം മുഴുവൻ ദാവീദ് പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് കേട്ട് കാണും. വിദേശീയരായ ആളുകളും അത് കാണുവാൻ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. അന്നത്തെ ജനത്തിൻ്റെ സന്തോഷവും ആഹ്ലാദവും കണ്ട് അവർ അത്ഭുതപ്പെട്ടിരിക്കാം. ഇന്ന് ആത്മീയ ജീവിതത്തിലുള്ള ഈ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ? യഹോവയെങ്കിലെ സന്തോഷം ഇന്ന് ലോകത്തിന് ദൈവമക്കളിൽ കാണുവാൻ കഴിയുന്നുണ്ടോ? എന്നാൽ ഈ ആഘോഷത്തിൽ എല്ലാവരും ദാവീദിനോട് യോജിപ്പിലല്ലായിരുന്നു എന്ന് നാം തുടർന്ന് കാണുന്നു. 29-ാം വാക്യം, എന്നാൽ യഹോവയുടെ നിയമപ്പെട്ടകം ദാവീദിൻ്റെ നഗരത്തിലെത്തിയപ്പോൾ ശൗലിൻ്റെ മകളായ മീഖൾ കിളിവാതിലിൽ കൂടി നോക്കി ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കണ്ട് ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. മീഖൾ ശൗൽ രാജാവിൻ്റെ മകളും ദാവീദിൻ്റെ ആദ്യത്തെ ഭാര്യയുമായിരുന്നു.
അവൾ ദാവീദിൻ്റെ താല്പര്യവും സന്തോഷവും നോക്കിക്കണ്ട് തൻ്റെ ഹൃദയത്തിൽ ഇപ്രകാരം പറഞ്ഞു, അവനൊരു മതഭ്രാന്തനാകുന്നുവല്ലോ എന്ന്. ഇന്ന് ദാവീദിനെ പോലെ ആത്മീയ കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കുന്ന ആളുകളെ എത്രയെത്ര ആളുകൾ മതഭ്രാന്തരായി ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ ലോകം കാണുന്നത് പോലെയുള്ള ഒരു ഭ്രാന്തല്ലിത്. ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ കൂടി സന്തോഷത്തിൻ്റെ നദി ഒഴുകേണ്ടത് ആവശ്യമാത്രം. ഇതാണ് 15-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠമായ ദൂത്. ദൈവഹിതപ്രകാരം നാം കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ ദൈവം എത്ര വലിയ സന്തോഷമാണ് നമ്മിലും മറ്റുള്ളവരിലും കൊണ്ടുതരുന്നത്. 16-ാം അധ്യായത്തിൽ ദാവീദ് പെട്ടകം അതിനുവേണ്ടി തയ്യാറാക്കിയ കൂടാരത്തിൽ വെക്കുന്നതായും അതിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നതായും നാം കാണുന്നു. 16-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു. പിന്നെ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. ദാവീദ് ഹോമയാഗവും സമാധാനയാഗങ്ങളും കഴിച്ചു തീർന്ന ശേഷം ജനത്തെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. അവൻ ഇസ്രായേലിൽ ഓരോ പുരുഷനും സ്ത്രീക്കും ആളൊന്നിന് ഒരപ്പവും ഒരു ഖണ്ഡം ഇറച്ചിയും ഒരു മുന്തിരിങ്ങാക്കട്ട വീതം വിഭാഗിച്ചു കൊടുത്തു. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സന്തോഷത്തിൻ്റെ അവസരമായിരുന്നു. പിന്നെ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു തീർന്ന ശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ലേവ്യ പുസ്തകം പഠിച്ചപ്പോൾ നാം കണ്ടതുപോലെ ഹോമയാഗങ്ങൾ ദൈവം ക്രിസ്തുവിൽ എന്തു കാണുന്നു എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഹോമയാഗം ദൈവസന്നിധിയിലേക്ക് ഉയരുന്നതായിരുന്നു. അവർ സമാധാനയാഗങ്ങളും കഴിച്ചു. ക്രിസ്തു തൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ സമാധാനമുണ്ടാക്കി എന്ന വസ്തുതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ കൂടി നാം ദൈവം വെച്ച വഴിയിൽ വരുമ്പോൾ നമുക്കും ദൈവത്തിനും ഇടയിലെല്ലാം ശരിയായിത്തീരുന്നു. ക്രിസ്തുവിൻ്റെ ആളത്വത്തെ ഉയർത്തി കാണിക്കുന്നതും അവൻ തൻ്റെ രക്തം ചൊരിഞ്ഞു എന്നുമുള്ളത് ഇവിടെ പഴയ നിയമത്തിൽ കാണുവാൻ കഴിയുന്ന സുവിശേഷമാണ്. 4-ാം വാക്യം നോക്കിക്കാട്ടെ. അവൻ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുൻപിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. നാം ദൈവവചനത്തിൽ വ്യാപൃതരായിരിക്കുമ്പോൾ നമുക്കതിൽ അധികമായി താല്പര്യം ഉണ്ടാകുന്നു. ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവവചനത്തിൽ വ്യാപൃതരായിരിക്കുന്ന വിശ്വാസികളെയാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. ദാവീദ് ഇത് സംഘടിപ്പിച്ചു. ആസാഫ് തലവനായിരുന്നു, സക്രിയാവ് രണ്ടാമൻ. പിന്നെ അവരുടെ ഒരു വലിയ പട്ടിക നമുക്ക് ലഭിക്കുന്നു. പാട്ടുകാരുടെ എത്ര നല്ലൊരു കൂട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. തുടർന്ന് ദാവീദിൻ്റെ മഹത്വകരമായ സ്തുതിഗീതം അഥവാ സങ്കീർത്തനമാണ് കാണുവാൻ കഴിയുന്നത്. 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, അന്ന് ആ ദിവസം തന്നെ ദാവീദ് ആസാഫും അവൻ്റെ സഹോദരന്മാരും മുഖാന്തരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ആദ്യം നിയമിച്ചതെന്തെന്നാൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ ആരാധിപ്പീൻ. ഈ കീർത്തനം വീണ്ടും നാം കാണുന്നത്ര. കാരണം 105-ാം സങ്കീർത്തനമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പീൻ, അവന് പാടുവീൻ, അവന് കീർത്തനം പാടുവീൻ, അവൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പീൻ. 105-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യമാണ് ഞാൻ വായിച്ചത്. അതേ സുഹൃത്തെ, നാം ദൈവത്തെക്കുറിച്ചും അവൻ്റെ വചനത്തെക്കുറിച്ചും അറിയിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഇന്ന് അനേകം വിശ്വാസികൾക്ക് ദൈവവചനത്തെക്കുറിച്ച് ശരിയായ അറിവില്ല എന്നതാണ് വാസ്തവം. അതെ, ദൈവവചനം ശരിയായി അറിയുകയും അത് അറിയിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമത്രേ. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. എട്ടാം വാക്യത്തിൽ നാം കാണുന്നത്, ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പീൻ. ദൈവം പുരാതന കാലത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, ഇന്നും പ്രവർത്തിക്കുന്നു. ഇന്നും ലോകത്തിൽ അവൻ്റെ കരം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 9-ാം വാക്യത്തിൽ കാണുന്നത്, അവന് പാടി കീർത്തനം ചെയ്യുവിൻ, അവൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും വർണ്ണിപ്പീൻ. ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് പാട്ട്, സംഗീതം. എല്ലാവർക്കും
പരസ്യമായി ഗാനങ്ങൾ ആലപിക്കുന്നതിനുള്ള കഴിവില്ലെങ്കിൽ തന്നെയും എല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. നന്ദി നിറഞ്ഞൊരു ഹൃദയമുണ്ടായിരിക്കുവാൻ കഴിയുമല്ലോ. 10-11 വാക്യങ്ങളിൽ അവൻ്റെ വിശുദ്ധ നാമത്തിൽ പുകഴുവിൻ, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെയും അവൻ്റെ ശക്തിയെയും തേടുവിൻ, അവൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പീൻ. യാക്കോബ് 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരുമെന്നത്രേ. രക്ഷയ്ക്ക് വേണ്ടി നാം ചെല്ലേണ്ടത് ക്രിസ്തുവിൻ്റെ അടുത്തേക്കാകുന്നു. അതുമാത്രമാണ് നാം ചെയ്യേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി ആശ്രയിക്കുക. നാം രക്ഷിക്കപ്പെടുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എന്നാൽ ദൈവവുമായുള്ള കൂട്ടായ്മ അത് ഉറപ്പാക്കുന്നില്ല. നാം ദൈവത്തെയും അവൻ്റെ ബലത്തെയും അന്വേഷിക്കുകയും അവൻ്റെ മുഖം നിരന്തരമായി അന്വേഷിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. അതേ സുഹൃത്തെ, താങ്കൾ അവൻ്റെ മുഖം നിരന്തരം അന്വേഷിക്കുന്നുണ്ടോ? രാവിലെ ഉണരുമ്പോൾ താങ്കൾ ഒന്നാമതായി ചിന്തിക്കുന്നത് എന്താണ്? രാത്രിയിൽ താങ്കൾ ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപ് താങ്കളുടെ ചിന്ത എന്താകുന്നു? ദിവസം മുഴുവൻ ദൈവത്തെക്കുറിച്ച് താങ്കൾ ചിന്തിക്കാറുണ്ടോ? അതോ താങ്കൾ ജോലിക്ക് പോകുമ്പോൾ അഥവാ സ്കൂളിൽ പോകുമ്പോൾ ദൈവത്തെ വിട്ടുകളയുന്ന പ്രവണതയാണോ? ദൈവത്തെ ആരാധിക്കുവാനായി ആരാധനാലയത്തിൽ പോകുമ്പോൾ മാത്രമുള്ള ഭക്തിയാണോ? 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ്റെ ദാസനായ ഇസ്രായേലിൻ്റെ സന്താനമേ, അവൻ്റെ വൃതന്മാരായ യാക്കോബ് പുത്രന്മാരെ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര മനോഹരവും അത്ഭുതകരവുമാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൃഷ്ടിയിലേക്ക് ദാവീദ് ശ്രദ്ധ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്ന് ദാവീദ് ഇവിടെ ഓർപ്പിക്കുന്നു. 13-14 വാക്യങ്ങളിൽ അവൻ ചെയ്ത അത്ഭുതങ്ങളും അരുളി ചെയ്ത അടയാളങ്ങളും വിധികളും ഓർത്തുകൊള്ളുവിൻ. അവനല്ലോ നമ്മുടെ ദൈവമായ യഹോവ, അവൻ്റെ ന്യായവിധികൾ സർവ്വഭൂമിയിലുമുണ്ട്. ദൈവം ആ കാലത്ത് സർവ്വഭൂമിയിലും ന്യായവിധികൾ നടത്തിയിരുന്നു. ഇന്നും ദൈവം ന്യായവിധി നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മനുഷ്യരുടെ കാര്യങ്ങളിൽ അവൻ്റെ കരം ഇടപെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. സാത്താൻ ഈ ലോകത്തിൻ്റെ ദൈവമാണ്. ഇപ്പോൾ സാത്താന് ചില പരിമിതികൾ ദൈവം വെച്ചിട്ടുണ്ട്. എന്നാൽ മഹാപീഡന കാലത്ത് ദൈവം സാത്താനെ അഴിച്ചുവിടും. ദൈവം അല്ല നിയന്ത്രിക്കുന്നത് എന്നതിന് അർത്ഥമില്ല. ദൈവം ന്യായവിധിയുടെ ദൈവമാണ്. 15, 16, 17 വാക്യങ്ങളിൽ അവൻ്റെ വചനം 1000 തലമുറയോളവും അവൻ്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ളുവിൻ. അബ്രഹാമോട് അവൻ ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിനൊരു പ്രമാണമായും ഇസ്രായേലിനൊരു ശാശ്വത നിയമമായും ഉറപ്പിച്ചു. ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമത്തെ ചിലർ വിലയിടിച്ച് കാണിക്കാറുണ്ട്. എന്നാൽ ദാവീദ് അപ്രകാരമല്ല കണ്ടത്. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ദാവീദ് പറയുന്നത്. ദൈവത്തിൻ്റെ നിയമങ്ങൾ ഇന്നും പ്രാധാന്യം അർഹിക്കുന്നവയാകുന്നു. ദൈവം അബ്രഹാമിനോടൊരു നിയമം ചെയ്തു. അവൻ അതിൽ നിന്ന് പിന്മാറിപ്പോയില്ല. അവൻ്റെ സന്തതിക്ക് വിശുദ്ധ നാടെന്ന് വിളിക്കുന്ന ദേശം കൊടുക്കും എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. ദൈവം അപ്രകാരം ചെയ്യുന്നതത്രേ. ദേശമൊക്കെയും ദൈവത്തിൻ്റെ വകയാണ്. തൻ്റേതായ സമയത്ത് ദൈവം അവർക്ക് അത് കൊടുക്കും. ദൈവം അബ്രഹാമിനോടും അവൻ്റെ സന്തതിയോടും ഒരു നിയമം ചെയ്തതുപോലെ തന്നെ ദൈവം നമ്മോട് നിയമം ചെയ്തിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ സകല ആത്മീക അനുഗ്രഹങ്ങളും അവൻ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദൈവം ദാവീദിനോട് ദേശത്തെ സംബന്ധിച്ചൊരു നിയമം ചെയ്തിരുന്നു എന്നത് വ്യക്തമാണ്. 18 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ നിനക്ക് അവകാശമായി കനാൻ ദേശത്തെ തരുമെന്ന് കൽപ്പിച്ചു. നിങ്ങൾ എണ്ണം കുറഞ്ഞ് ചുരുക്കം പേരും അവിടെ പരദേശികളുമായിരിക്കുമ്പോഴും അവർ ഒരു ജാതിയെ വിട്ടും മറ്റൊരു ജാതിയിലേക്കും ഒരു രാജ്യം വിട്ടും മറ്റൊരു വംശത്തിലേക്കും പോകുമ്പോഴും ആരും അവരെ പീഡിപ്പിപ്പാൻ അവൻ സമ്മതിച്ചില്ല. അവർ നിമിത്തം രാജാക്കന്മാരെയും ശാസിച്ചത്, എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യുകയും അരുത്. ആദിമ പിതാക്കന്മാർ യാത്ര ചെയ്തിരുന്നപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ കരം സംരക്ഷണം നൽകിയിരുന്നു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് മുതലായവരെയാണ് ഇത് പ്രധാനമായും സൂചിപ്പിക്കുന്നതെങ്കിലും ഇത് നമ്മെയും സംബന്ധിക്കുന്ന കാര്യമാത്രേ. ദൈവത്തിൻ്റെ അഭിഷിക്തനായ ഒരു വ്യക്തിയെ തൊടുകയോ അവർക്കെതിരായി സംസാരിക്കുകയോ ചെയ്യുന്നതിൽ നാം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. താങ്കളുടെ സഭാ ശുശ്രൂഷകനെ, പട്ടക്കാരനെ വിമർശിക്കുന്നതിന് മുമ്പായി താങ്കൾ ദൈവത്തിൻ്റെ വേലയെ സഹായിക്കുകയാണോ അതോ അങ്ങനെ ചെയ്യുന്നതിലൂടെ അതിനെ ഹനിക്കുകയാണോ ചെയ്യുന്നത് എന്ന് ഒന്ന് ചോദിക്കുന്നത് വളരെ നല്ലതാണ്. 23 മുതലുള്ള വാക്യങ്ങൾ, സർവ്വഭൂവാസികളെ യഹോവയ്ക്ക് പാടുവീൻ, നാൾക്ക് നാൾ അവൻ്റെ രക്ഷയെ പ്രസ്താവിപ്പീൻ. ജാതികളുടെ നടുവിൽ അവൻ്റെ മഹത്വവും സർവ്വ വംശങ്ങളുടെയും മധ്യേ അവൻ്റെ അത്ഭുതങ്ങളും കഥിപ്പീൻ. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും സർവ്വദേവന്മാരിലും അതിഭയങ്കരനുമല്ല.
ഇന്ന് സകല സൃഷ്ടിയും ദൈവപുത്രന്മാരുടെ വീണ്ടെടുപ്പിനായി ഞരക്കത്തോടെ നോക്കി കാത്തിരിക്കുകയാണ്. സകല സൃഷ്ടിയും വിടുതൽ പ്രാപിക്കേണ്ട ആ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു. ഒരു ദിവസം ആ വിടുതൽ അവർക്ക് ലഭിക്കുവാൻ പോകുന്നു. അപ്പോൾ നാം മുൻപ് കേട്ടിട്ടില്ലാത്തതുപോലെയുള്ള സംഗീതം കേൾക്കുന്ന അത്രേ. 26 വാക്യത്തിൽ നാം കാണുന്നത് ജാതികളുടെ സകല ദേവന്മാരും വിഗ്രഹങ്ങൾ അത്രേ, യഹോവയോ ആകാശത്തെ ചമച്ചവൻ. 27 യശസ്സും തേജസ്സും അവൻ്റെ സന്നിധിയിലും ബലവും ആനന്ദവും അവൻ്റെ വാസസ്ഥലത്തിലുമുണ്ട്. ദൈവത്തെ ഒരു മനോഹരമായ ആലയത്തിൽ വെച്ച് ആരാധിക്കുക എന്ന അർത്ഥമല്ല ഇതിനുള്ളത്. നേരെ മറിച്ച് വിശുദ്ധിയുടെ മനോഹാരിതയിൽ അവനെ ആരാധിക്കണമെന്നത്രേ ഇതിൻ്റെ അർത്ഥം. അവിടുത്തെ ആളത്വത്തെ മനസ്സിലാക്കി വിശുദ്ധിയിൽ അവനെ ആരാധിക്കുക. ദൈവത്തെ ആരാധിക്കുക എന്നാൽ എന്താണെന്ന് പോലും അനേകർക്കും അറിയില്ല. അവൻ എത്ര അത്ഭുതവാനായ ദൈവമാണ്. 30 വാക്യത്തിൽ നാം കാണുന്നു, സർവ്വഭൂമിയെ അവൻ്റെ സന്നിധിയിൽ നടുങ്ങുക, ഭൂതലം കുലുങ്ങാതെ വണ്ണം സ്ഥാപിതമാകുന്നു. സ്വർഗം ആനന്ദിക്കട്ടെ, ഭൂമി ഉല്ലസിക്കട്ടെ, യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ മധ്യേ ഘോഷിക്കട്ടെ. ആ ദിവസം വരാൻ പോകുന്ന സുഹൃത്തെ, സമുദ്രവും അതിൻ്റെ പൂർണ്ണതയും മുഴങ്ങട്ടെ, വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അന്ന് വനത്തിലെ വൃക്ഷങ്ങൾ യഹോവയുടെ മുൻപിൽ ആർക്കും. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നുവല്ലോ. വനത്തിലെ വൃക്ഷങ്ങൾ പാടുവാൻ പോകുന്നു. ആ ദിവസത്തിന് വേണ്ടിയാണ് നാം നോക്കി പാർക്കുന്നത്. അത് മനോഹരമായ ഒരു അവസരമായിരിക്കും. ദൈവത്തിൻ്റെ മഹത്വത്തിനായി വനത്തിലെ വൃക്ഷങ്ങൾ പോലും യഹോവയുടെ മുൻപിൽ ആർക്കുമെന്നത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 34 വാക്യത്തിൽ നാം കാണുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിൻ്റെ ദയ അഥവാ കരുണ കുറഞ്ഞു പോയിട്ടില്ല. എനിക്കും നിങ്ങൾക്കും കരുണയാണ് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ പക്കൽ അത് ധാരാളമുണ്ട്. താങ്കൾ എന്തുകൊണ്ട് അവിടുത്തെ സന്നിധിയിലേക്ക് ചെല്ലുന്നില്ല? താങ്കൾക്ക് ആവശ്യമായിരിക്കുന്നതെല്ലാം അവൻ്റെ പക്കലുണ്ട്. 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ, പെട്ടകത്തിൻ്റെ മുൻപിൽ ദിവസം പ്രതിയുള്ള വേലയുടെ ആവശ്യം പോലെ നിത്യം ശുശ്രൂഷിക്കേണ്ടതിന് ആസാഫിനെയും അവൻ്റെ സഹോദരന്മാരെയും ഓബേദേദോമിനെയും അവരുടെ സഹോദരന്മാരായ 68 പേരെയും യഹോവയുടെ പെട്ടകത്തിന് മുൻപിലും യെദൂഥൂൻ്റെ മകനായ ഓബേദേദോമിനെയും ഹോസയെയും വാതിൽ കാവൽക്കാരായി നിർത്തി. ദാവീദ് എത്രമാത്രം പ്രാധാന്യം നൽകി ഈ പെട്ടകത്തിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നു എന്ന് നോക്കിക്കാട്ടെ. ദൈവത്തിങ്കിലേക്കുള്ള വഴി അവർ തുറന്നു വെച്ചു. ശൗൽ രാജാവിൻ്റെ കാലത്ത് ആരാധനയും യാഗങ്ങൾക്കും മുടക്കം വന്നിരുന്നു. ദാവീദ് വീണ്ടും അത് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടകം യെരുശലേമിൽ കൊണ്ടുവരികയും പെട്ടകത്തിൻ്റെ മുൻപിൽ നിരന്തരമായി ശുശ്രൂഷയ്ക്കായി ആളുകളെ നിയമിക്കുകയും ചെയ്യുന്നു. ദാവീദിൻ്റെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്നവരാണ് ഇവരെല്ലാം എന്നല്ല, പിന്നെയോ പെട്ടകത്തിൻ്റെ മുൻപിൽ ശുശ്രൂഷ ചെയ്തിരുന്നവർ ആരെല്ലാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ശ്രദ്ധേയമത്രേ. അതായത് തൻ്റെ രാജ്യത്തെ ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ആരെല്ലാം എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. 41 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. അതുകൊണ്ടാണ് നാം അവന് നന്ദി കരയേറ്റേണ്ടത്, സ്തുതി സ്തോത്രങ്ങൾ കരയേറ്റേണ്ടത്. അതെ, നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവോദ്ദേശം എത്ര വിലപ്പെട്ടതാണ്. 17 അധ്യായത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. ദാവീദും ദേവാലയവുമാണ് ഈ അധ്യായത്തിലെ വിഷയം. ദൈവത്തിന് ഒരു ആലയം പണിയുവാനുള്ള ദാവീദിൻ്റെ താല്പര്യം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പ്രസാദകരമായ വസ്തുതയായിരുന്നു. അതുകൊണ്ട് 2 ശമൂവേൽ 7 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകൾ മുഴുവൻ ഇവിടെ ആവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 17 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ ദാവീദ് തൻ്റെ അരമനയിൽ വസിച്ചിരിക്കും കാലത്ത് ഒരു നാൾ നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, യഹോവയുടെ നിയമപ്പെട്ടകമോ തിരശീലകൾക്ക് കീഴേ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ തലേ രാത്രിയിൽ നല്ല മഴ പെയ്തിരിക്കും. അപ്പോൾ തൻ്റെ അരമനയുടെ ആ മേൽക്കൂരയിൽ വീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദം കേട്ടപ്പോൾ കൂടാരത്തിൽ യഹോവയുടെ പെട്ടകത്തിൻ്റെ അവസ്ഥ ദാവീദ് ഓർത്ത് കാണും. ഇപ്പോൾ ദാവീദ് നാഥാൻ പ്രവാചകനോട് ഇപ്രകാരം പറയുന്നു, ദൈവത്തിനൊരു ആലയം പണിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 വാക്യത്തിൽ നാഥാൻ ദാവീദിനോട്, നിന്റെ താല്പര്യം പോലെയൊക്കെയും ചെയ്താലും യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. നീ ചിന്തിക്കുന്ന കാര്യം ശരിയായിട്ടുള്ളതാണ് എന്നത്ര നാഥാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ പ്രവാചകൻ തെറ്റായ ആലോചന കൊടുത്ത സന്ദർഭമായിരുന്നു അത്. ദൈവം ആ പ്രവാചകനെ നേർവഴിക്ക് കൊണ്ടുവരുന്നത് നാം കാണുന്നു. 3 മുതലുള്ള വാക്യങ്ങളിൽ, എന്നാൽ അന്ന് രാത്രി നാഥാന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായെന്നാൽ, നീ ചെന്ന് എൻ്റെ ദാസനായ ദാവീദിനോട് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് വസിപ്പാനുള്ള ആലയം പണിയേണ്ടത് നീയല്ല. ഞാൻ ഇസ്രായേലിനെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ ഒരു ആലയത്തിൽ വാസം ചെയ്യാതെ കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും നിവാസത്തിൽ നിന്ന് നിവാസത്തിലേക്കും സഞ്ചരിച്ചു.
ദൈവം എല്ലായ്പ്പോഴും തൻ്റെ ജനത്തോടു കൂടെ താതാത്മ്യപ്പെടുന്ന ദൈവമാണ്, ഏകീഭവിക്കുന്ന അവസ്ഥ. അതുകൊണ്ടാണ് അവൻ മനുഷ്യരൂപം തൻ്റെ മേൽ ഏറ്റെടുത്തത്. പഴയ നിയമകാലത്ത് ദൈവജനം കൂടാരങ്ങളിലാണ് പാർത്തിരുന്നത്. ആയതുകൊണ്ട് ദൈവം കൂടാരത്തിൽ വെച്ചാണ് തൻ്റെ ജനത്തെ സന്ദർശിച്ചത്. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, എല്ലാ ഇസ്രായേലിനോടും കൂടെ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും എൻ്റെ ജനത്തെ മേയ്പ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരു കൊണ്ടൊരു ആലയം പണിയാതെ ഇരിക്കുന്നത് എന്ത് എന്ന് ഒരു വാക്ക് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ? എന്നാൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ച് സ്ഥിരമായ വീടുകൾ പണിതപ്പോഴും സ്ഥിരമായ ഒരു ദേവാലയം പണിയപ്പെട്ടിരുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് എനിക്കൊരു ദേവദാരു കൊണ്ടുള്ള ഒരു ആലയം പണിയാതിരിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് ദൈവം പറയുന്നു. എന്നാൽ ഈ ആഗ്രഹം ദാവീദിൻ്റെ ഹൃദയത്തിൽ കടന്നുകൂടി എന്നാണ് നാം ഇവിടെ കാണുന്നത്. 7-8 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആകയാൽ നീ എൻ്റെ ഭൃത്യനായ ദാവീദിനോട് പറയേണ്ടതെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ എൻ്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിൻ്റെ സകല ശത്രുക്കളെയും നിൻ്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഒരു നാമം ഞാൻ നിനക്ക് ഉണ്ടാക്കും. അതെ, ദാവീദിനോടൊരു ദൂത് അറിയിക്കുവാൻ ദൈവം നാഥാനോട് പറയുന്നു. നിൻ്റെ ലളിതമായ ആരംഭം ദാവീദേ നീ ഒരിക്കലും മറക്കരുത്. ഞാൻ നിന്നെ ആടുകളെ നോക്കുന്ന പുൽപ്പുറങ്ങളിൽ നിന്നാണ് തെരഞ്ഞെടുത്തുകൊണ്ട് വന്നത്. എന്നിട്ട് ഞാൻ നിന്നെ രാജാവാക്കി. ഈ കാര്യം നീ ഓർക്കണം. ഭൂമിയിലെ മഹാന്മാരെ പോലെ ദൈവം ദാവീദിനെ ആക്കി തീർന്നു. ചരിത്രത്തിലെ മഹാന്മാരെ നോക്കുമ്പോൾ അതിൽ ഒരാളാണ് ദാവീദ്. 9-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിനൊരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതെ വണ്ണം അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെപ്പോലെയും ഇനിയും ദുഷ്ടന്മാർ അവരെ ക്ഷയിപ്പിക്കുകയില്ല. ഒരിക്കൽ താൻ ഇസ്രായേലിനെ ആ ദേശത്ത് പാർപ്പിക്കുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ അവർക്ക് സമാധാനമുണ്ടാകും. ആ ദിവസത്തിൽ അവർ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിയും. അവർ ഇന്ന് ഇതിൽ നിന്ന് അകന്നാണിരിക്കുന്നത്. അതെ, ദാവീദിനോട് നാഥാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിവൃത്തിയാകുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ നമ്മുടെ നന്മയ്ക്കായി ചെയ്തു തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കവനിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ സാധിക്കണം. ആശ്രയിക്കാൻ കൊള്ളാവുന്നവൻ അവനാണ്. ഇന്നത്തെ ഈ ക്ലാസ് ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. ദൈവവചനം അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ നിങ്ങളെ തന്നെ സമർപ്പിച്ചാട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു വിഷയവുമായി കാണാം. അതുവരെ ദൈവം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. TWR ജീവസന്ദേശം ബൈബിൾ പഠനങ്ങൾ അടങ്ങിയ മീഡിയ പ്ലെയർ ലഭ്യമാണ്. ഇത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക.